ഹായ് ഫ്രണ്ട്സ്, ഇസ് മെഫിൻ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫ്രഷർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പ്രവാസിയാവാൻ തയ്യാറായിക്കോ. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഭൂരിപക്ഷം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാല് വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ റയർ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ജോബ് കിട്ടി വർക്ക് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രവാസികളാവാൻ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഈ പ്രവാസികളാവാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ ജോലി ചെയ്തതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ പതുക്കെ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതിനെന്താ ആക്ച്വലി കാരണം? അതായത് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സാലറി നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ലൈഫ് എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്, പക്ഷെ അത് മീറ്റ് ചെയ്യുന്ന സാലറി ഇല്ല. അതാണ് ഒരു റീസൺ. പിന്നെ അതിനുശേഷം വരുന്നതാണ്, നമ്മൾ വിചാരിച്ച പോലത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ജോലികളോ ജോബിന്റെ ഓപ്പണിങ്ങുകളോ വളരെ കുറവാണ്. ഒരു ജോബിൽ നിന്ന് വേറെ ജോബിലേക്ക് മാറാൻ നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ജോബൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു പ്രവാസിയാവാൻ തയ്യാറായിക്കോ. എക്സ്പെഷ്യലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കമ്പനികളോ ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിൽ ഭയങ്കരധികം കുറവാണ്. അപ്പൊ നമുക്ക് അത് കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? അവിടേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത് അവിടെ ഫാമിലി സെറ്റിലായി അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യേണ്ടതായിട്ടൊരു സാഹചര്യം വരും. അപ്പോൾ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ചിലപ്പോൾ ഒരു അടുത്ത ജനറേഷനൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും.